RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോധ്യ രാമക്ഷേത്രം നിയമപരമായി ഒരു യാഥാർത്ഥ്യമാകുന്ന ഈ വേളയിൽ ഭാരതത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി ഭാരതം തുടരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അയോധ്യ കേസിൻ്റെ വിധിയും ചരിത്രവും ലളിതമായി ഒന്ന് പരിശോധിക്കാം. എന്താണ് അയോധ്യ വിധിയുടെ രത്നച്ചുരുക്കം? അയോധ്യ തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാം, പക്ഷേ അവകാശം കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ട്രസ്റ്റിന്. ട്രസ്റ്റിൽ നിർമോഹി അഖോഡയ്ക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകണം, പക്ഷേ പുരോഹിത വൃത്തിക്ക് അവകാശമില്ല. മുസ്ലിം പള്ളി നിർമ്മിക്കാൻ സുന്നി വഖഫ് ബോർഡിന് തർക്കഭൂമിക്ക് പുറത്ത് 5 ഏക്കർ. ഇതൊക്കെയാണ് അയോധ്യ വിധിയുടെ രത്നച്ചുരുക്കം. എന്നാൽ ഈ ചരിത്രപരമായ വിധിയിൽ സുപ്രീം കോടതി നടത്തിയ ചില പ്രധാന നിരീക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതും ബാബറി മസ്ജിദ് പൊളിച്ചതും നിയമലംഘനമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ തർക്കഭൂമിയിലുള്ള തങ്ങളുടെ അവകാശം തെളിയിക്കാൻ സുന്നി വഖഫ് ബോർഡിനായില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഭൂമിയുടെ അവകാശം തീരുമാനിക്കാനാവില്ല. രേഖയും തെളിവുമാണ് വേണ്ടത്. ബാബറി മസ്ജിദിന് താഴെ ക്ഷേത്ര സ്വഭാവമുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ ഖനനത്തിൽ കണ്ടെത്തിയെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടുണ്ട്. എന്നാൽ ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമില്ല. സീതാ രസോയയിലും റാം ചബോത്രയിലും ഹൈന്ദവ പൂജ നടന്നതിന് തെളിവുകളുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ നിഗമനം. ഖനനത്തിൽ കണ്ടെത്തിയത് മുസ്ലിം നിർമ്മിതിയല്ല. നിർമുഖി അഖാഡയുടെ ഹർജി നിലനിൽക്കില്ല. രാമജന്മഭൂമിക്കല്ല, ശ്രീരാമനാണ് നിയമവ്യക്തിത്വം എന്ന് കോടതി പറഞ്ഞു. ഭരണഘടന ഉറപ്പാക്കുന്ന തുല്യതയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കും. ഭക്തരുടെ വിശ്വാസം അംഗീകരിക്കാതിരിക്കാൻ കോടതിക്കാവില്ലെന്നും വിധി പ്രസ്താവത്തിനിടെ സുപ്രീം കോടതി പറഞ്ഞു. വിധി ഏകകണ്ഠമാണെന്ന് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. പ്രത്യേക സിറ്റിംഗ് ചേർന്നാണ് വിധി പറഞ്ഞത്. ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജസ്റ്റിസുമാരായ എ ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൽ നസീർ എന്നിവരായിരുന്നു ബെഞ്ചിലെ മറ്റംഗങ്ങൾ. അയോധ്യ കേസിന്റെ ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കമാണ് അയോധ്യയിലേത്. മുഗൾ ഭരണാധികാരിയായ ബാബറാണ് 1528 അയോധ്യയിലെ മസ്ജിദ് സ്ഥാപിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമിയാണെന്നും അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ബാബർ മസ്ജിദായി മാറ്റിയതാണെന്നുമുള്ള വിശ്വാസവും അവകാശവാദവും അന്നു മുതൽ നിലവിലുണ്ട്. ഈ തർക്ക വിഷയം ആദ്യം ഉടലെടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1859 പ്രശ്നപരിഹാരത്തിനായി ബ്രിട്ടീഷുകാർ മസ്ജിദിന്റെ അകംഭാഗം മുസ്ലിങ്ങൾക്കും പുറംഭാഗം ഹിന്ദുക്കൾക്കുമായി വേലി കെട്ടിത്തിരിച്ചു. ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ അനുമതി തേടി മഹന്ത് രഘുവർ ദാസ് എന്നയാൾ 1885 കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് കോടതി വ്യവഹാരങ്ങൾക്ക് തുടക്കമാകുന്നത്. എന്നാൽ ഫൈസാബാദ് കോടതി ഈ ഹർജി തള്ളി. 1886 ഇതേ ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. അതേ തുടർന്ന് നൽകിയ അപ്പീലുകൾ ജില്ലാ കോടതിയും ജുഡീഷ്യൽ കമ്മീഷണറും തള്ളിയതോടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ കേസുകൾ ഏതാണ്ട് അവസാനിച്ചു. അയോധ്യ കേസിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടാകുന്നത് 1949 ഡിസംബറിലാണ്. ഡിസംബർ 22-ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒരു സംഘം ബാബറി മസ്ജിദിനുള്ളിൽ കടന്നുകയറി രാമവിഗ്രഹം സ്ഥാപിച്ചു. 60ഓളം ആളുകൾ അടങ്ങുന്ന സംഘമാണ് പള്ളിവളപ്പിൽ കയറി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. തുടർന്ന് പള്ളിക്കുള്ളിൽ വിഗ്രഹം സ്വയംഭൂവായതാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. തുടർന്ന് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇരുപക്ഷവും കേസ് കൊടുത്തതോടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കോടതി വ്യവഹാരങ്ങൾക്ക് തുടക്കമായി. ഇതോടെ മസ്ജിദിന്റെ പ്രധാന കവാടം താഴിട്ടുകൂട്ടി. 1950 ഗോപാൽ സിംഗ് വിശാരദ്, മഹന്ത് പരംഹന്ത് രാമചന്ദ്ര എന്നിവർ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുവാദം ചോദിച്ച് ഫൈസാബാദ് കോടതിയെ സമീപിച്ചു. ഈ പരാതിയിലാണ് തർക്കഭൂമിയിൽ ആരാധന നടത്താൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കോടതി പ്രത്യേകം സമയം അനുവദിക്കുന്നത്. 1959 തർക്കസ്ഥലം രാമജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ട് നിർമോഹി അഖോഡയും മസ്ജിദിന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് 1961 സുന്നി സെൻട്രൽ ബോർഡ് ഓഫ് വഖഫും കോടതിയിൽ ഹർജി നൽകി. 1984 തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിയാനായി ഹിന്ദു സംഘടനകൾ ചേർന്ന് സമിതി രൂപീകരിച്ചു. 1984 തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് മന്ദിരത്തിന്റെ താഴുകൾ തുറക്കാൻ കൂറ്റൻ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. 1986 ഫെബ്രുവരി 1-ന് മസ്ജിദ് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ തുറന്നുകൊടുത്ത് ഫൈസാബാദ് ജില്ലാ ജഡ്ജി ഉത്തരവിട്ടു. ഈ വിധിയിൽ പ്രതിഷേധിച്ച് മുസ്ലിങ്ങൾ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഇതിനു പിന്നാലെ 1990-ലാണ് മസ്ജിദ് തകർക്കാനുള്ള VHPയുടെ ആദ്യ ശ്രമം നടക്കുന്നത്. 1990 അദ്വാനി തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാൻ വേണ്ടി രഥയാത്ര നടത്തിയെങ്കിലും അയോധ്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1991 ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലെത്തിയതോടെ രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം കൂടുതൽ ശക്തമായി. 1992 ഡിസംബറിനാണ് 10,000-കണക്കിന് വരുന്ന കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുന്നത്. തുടർന്ന് ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വർഗീയ കലാപത്തിൽ നിരവധി ആളുകൾ മരിച്ചു. 1992 ഡിസംബർ 16-ന് മസ്ജിദ് തകർക്കലിനെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ജസ്റ്റിസ് ലിബ്രാൻ കമ്മീഷനെ നിയമിച്ചു.
2009 ജൂൺ 30-നാണ് ലിബറൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇന്നുവരെ പുറംലോകം കണ്ടിട്ടില്ല എന്നതാണ് സത്യം. 2010 ഡിസംബർ 30-ന് തർക്കഭൂമി 3ആയി വിഭജിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി 4 കേസുകളിൽ വിധി പറഞ്ഞു. ഹിന്ദു മഹാസഭയ്ക്ക് രാമക്ഷേത്രം പണിയാനും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനും ഒരു ഭാഗം നിർമോഹി അഖോഡയ്ക്ക് നൽകിക്കൊണ്ടുമായിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധി പുറപ്പെടുവിപ്പിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും സുന്നി വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. 2011 മെയ് 9-ന് ഭൂമിയുടെ അവകാശവാദം സംബന്ധിച്ച് അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കി. 2011 മുതൽ 2018 വരെ കേസിൽ കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ 2019 ജാനുവരി 25-ന് ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിച്ചു. 2019 മാർച്ച് 8-ന് അയോധ്യ തർക്കം മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കാൻ റിട്ടയേർഡ് ജസ്റ്റിസ് ഖലീഫുള്ള അധ്യക്ഷനായ 3-അംഗ സമിതിക്ക് രൂപം നൽകി. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെ ഓഗസ്റ്റ് 7 മുതൽ കേസിൽ വാദം കേൾക്കാൻ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചു. 40 ദിവസം തുടർച്ചയായി വാദം കേട്ട ശേഷം സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞതോടെയാണ് ഏകദേശം 7 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന കോടതി വ്യവഹാരങ്ങൾക്ക് അന്ത്യം കുറിച്ചത്. കോടതി വിധിക്ക് ശേഷം ഇന്നുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏവർക്കും അറിയാമല്ലോ. ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി ഭാരതം തുടരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.